ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കാവേ. നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. വീഡിയോക്കകത്ത് ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ എടുത്ത് അരിഞ്ഞായിരുന്നേ, 2 ആക്കിയായിരുന്നു. ഉള്ളി നമുക്ക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാവേ. ഇതിപ്പോൾ ഒരെണ്ണം അരിയുന്നുണ്ട്. അതിൻ്റെ ഉള്ളി നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പച്ചമുളക് അരിഞ്ഞെടുക്കാവേ. പച്ചമുളക് നമുക്ക് 2 സൈഡും മുറിച്ച് കളയാം. വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാവേ. ഇത് ഓരോ അല്ലി പോലെ ഇളക്കിയെടുക്കണേ. ഇനി ഈ ഉള്ളി നമുക്ക് ഈ ബൗളിലോട്ട് ഇടാവേ. കുറച്ചുണ്ടാക്കേണ്ടവർക്ക് 1 ഉള്ളി എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാവേ. ഉള്ളിക്ക് കുറച്ച് തോന്നിച്ചിരി ഉപ്പിട്ടേക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. ആക്കിയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും ആ ഒരു ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിനി ഇതിൻ്റെ അടപ്പെടുത്ത് അടച്ചിട്ട് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ഇതിൻ്റെ ആട്ട ഇടുകയാണ്. ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം. നമ്മൾ അതിനകത്ത് ഉപ്പിട്ടുണ്ട്, അതനുസരിച്ച് ഇതിലിട്ടാൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടി ആക്കാം. മുളക് പൊടി എല്ലാവരും കളറിനാണ് ചേർക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഈ മുളക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് വേണ്ട ഈ കറിവേപ്പില ഒന്ന് അരിഞ്ഞെടുക്കാവേ. ലെവലിലൊന്നും അരിയണമെന്നില്ല, നമ്മളിങ്ങനെ വെച്ചിട്ട് അരിഞ്ഞ് കൊടുത്താൽ മതി. നമുക്ക് എന്നിട്ട് ഇതിലോട്ടിടാം. കറിവേപ്പില മൊത്തം ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ ഉപ്പ് പുരട്ടി മാറ്റി വെച്ച് ഉള്ളി ഇടാവേ. ഇതിനകത്ത് കുറച്ച് വെള്ളം പോലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർക്കാം. നമുക്ക് വേണ്ട ഈ ഒരു പരുവാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നമ്മളെല്ലായിടത്തും ഒന്ന് ഉപ്പൊക്കെ പിടിക്കുന്നതൊക്കെ നന്നായിട്ട് ഇളക്കണം. ഈ ഒരു പരുവായെന്നും പറഞ്ഞുകൊണ്ട് ആരും അങ്ങ് വിടല്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിലപ്പം എനിക്കിപ്പോൾ ചില ഭാഗത്തൊക്കെ മുളക് പൊടി കട്ട പിടിച്ച് കിടന്നായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ആക്കി കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത്. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ 2ാമത് ഉപ്പ് ചേർത്തുകൊണ്ട് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കണേ. നമുക്കിനി ഇതിലോട്ട് എണ്ണ ചേർക്കാവേ. നമ്മളിപ്പോൾ ഇത്ര എണ്ണയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ കണ്ടത് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഷേപ്പൊന്നും അങ്ങനെ കിട്ടണമെന്നില്ല. തീ നമുക്ക് സിമ്മിലിട്ട് വെക്കാവേ. എന്നിട്ട് കണ്ട് ഇതങ്ങോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട്
ചായക്ക് പാല് വെച്ചേ. ഗ്യാസ് കത്തിച്ച് അതിനിപ്പുറത്ത് നമ്മുടെ ഉള്ളിവട നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കോരി എടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണ ഒരുമാതിരി ഇതാവാതിരിക്കാൻ മാറ്റാവേ. ഇത് കണ്ണാപ്പയിലോട്ടിട്ടു. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് സിമ്മിലാക്കാം. നമുക്ക് തേയില ചേർത്ത് കൊടുക്കാം. പഞ്ചാര ഞാനിവിടെ 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. വാങ്ങിയിട്ട് കോരാവേ. നമ്മളത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എണ്ണ ബാക്കി ഞാൻ വെച്ചു. നമുക്ക് അടുത്ത ഇത് ഇടാം. നമ്മൾ എടുത്തേക്കുന്ന പാത്രം അനുസരിച്ച് ഒരു വട്ടം 2 തവണ 2 എണ്ണ ഇടാൻ പറ്റും. ഇതാണ്ട് നല്ല സൂപ്പർ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. മൈദാമാവ് വെച്ച് ആർക്കും ഉണ്ടാക്കാം. മൈദാമാവല്ല, സോറി, ആട്ടാമാവാണ്. അതിൻ്റെ എല്ലാം ചൂടാണ്. നമ്മളിതാണ് ആദ്യമേ ഇട്ടത്. ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഒറിജിനൽ ഉള്ളിവട തോപ്പിച്ച് നിൽക്കും, അതേപോലുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. ഹലോ ഗൈസ്, നമ്മളിന്ന് എൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കാവേ. നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. വീഡിയോയ്ക്കകത്ത് ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ എടുത്ത് അരിഞ്ഞായിരുന്നേ, 2 ആക്കിയായിരുന്നു. ഉള്ളി നമുക്ക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാവേ. ഇതിപ്പോൾ ഒരെണ്ണം അരിയുന്നുണ്ട്. അതിൻ്റെ ഉള്ളി നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പച്ചമുളക് അരിഞ്ഞെടുക്കാവേ. പച്ചമുളക് നമുക്ക് 2 സൈഡും മുറിച്ച് കളയാം. വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാവേ. ഇത് ഓരോ അല്ലി പോലെ ഇളക്കിയെടുക്കണേ. ഇനി ഈ ഉള്ളി നമുക്ക് ഈ ബൗളിലോട്ട് ഇടാവേ. കുറച്ചുണ്ടാക്കേണ്ടവർക്ക് 1 ഉള്ളി എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാവേ. ഉള്ളിക്ക് കുറച്ച് തോന്നിച്ചിരി ഉപ്പിട്ടേക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. ആക്കിയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും ആ ഒരു ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിനി ഇതിൻ്റെ അടപ്പെടുത്ത് അടച്ചിട്ട് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ഇതിൻ്റെ ആട്ട ഇടുകയാണ്. ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം. നമ്മൾ മറ്റില്ല അതിനകത്ത് ഉപ്പിട്ടുണ്ട്, അതനുസരിച്ച് ഇതിലിട്ടാൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടി ആക്കാം. മുളക് പൊടി എല്ലാവരും കളറിനാണ് ചേർക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഈ മുളക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് വേണ്ട ഈ കറിവേപ്പില ഒന്ന് അരിഞ്ഞെടുക്കാവേ. ലെവലിലൊന്നും അരിയണമെന്നില്ല, നമ്മളിങ്ങനെ വെച്ചിട്ട് അരിഞ്ഞ് കൊടുത്താൽ മതി. നമുക്ക് എന്നിട്ട് ഇതിലോട്ട് ഇടാം.
പാത്രത്തിൽ മൊത്തം ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ ഉപ്പ് പുരട്ടി മാറ്റി വെച്ച് ഉള്ളി ഇടാവേ. ഇതിനകത്ത് കുറച്ച് വെള്ളം പോലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.